മലപ്പുറം വിവാദ പരാമർശത്തിൽ മുഖ്യമന്ത്രിക്കും ദ ഹിന്ദു ദിനപത്രത്തിനുമെതിരെ സ്വകാര്യ അന്യായം. എറണാകുളം CJM കോടതിയിലാണ് സ്വകാര്യ അന്യായം ഫയൽ ചെയ്തത്. മതവിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തുന്നതിന് പ്രേരിപ്പിച്ചു എന്നാണ് ആക്ഷേപം. വിവരങ്ങളുമായി രേഷ്മ ചേരുന്നുണ്ട്. രേഷ്മ, ഈ സ്വകാര്യ അന്യായത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയും? ലക്ഷ്മി, മലപ്പുറം വിവാദ പരാമർശം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിലനിൽക്കവേ തന്നെയാണ് എറണാകുളം CJM കോടതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ ദ ഹിന്ദു ദിനപത്രം അതിന്റെ റിപ്പോർട്ടർ എന്നിവർക്കെതിരെ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യപ്പെടുന്നത്. എറണാകുളം സ്വദേശിയും അതോടൊപ്പം തന്നെ ഹൈക്കോടതി അഭിഭാഷകനുമായ ബൈജു നോയലാണ് പരാതിക്കാരൻ. മുഖ്യമന്ത്രിക്കെതിരെയും അതോടൊപ്പം തന്നെ ഹിന്ദു ദിനപത്രത്തിന്റെ പബ്ലിഷർക്കെതിരെയും റിപ്പോർട്ടർക്കെതിരെയും കേസെടുക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് ഈ പ്രൈവറ്റ് കംപ്ലൈന്റിൽ പറയുന്നത്. അതായത് നേരത്തെ ഈ ഒരു ഹിന്ദു ദിനപത്രത്തിന് മുഖ്യമന്ത്രി നൽകിയ അഭിമുഖത്തിലൂടെ അത് രണ്ട് മതവിഭാഗങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിലും മതവിഭാഗങ്ങൾക്കിടയിലും ഒരു ഭിന്നിപ്പിനും ഒരു ശത്രുത വളർത്തുന്നതിനും പ്രേരണ ഉണ്ടാക്കി എന്നുള്ളതാണ് ഈ പരാതിക്കാരൻ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപം. സർക്കാരിന്റെ പ്രതിനിധിയായിട്ടുള്ള മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിലൊരു ഭിന്നിപ്പ് വളർത്തുന്ന രീതിയിലുള്ള ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് സാമൂഹിക ഐക്യം തകർക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ BNSSന്റെ സെക്ഷൻ 196 പ്രകാരം കേസെടുത്ത് നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് ഈ പരാതിക്കാരൻ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപം. നേരത്തെ എറണാകുളം സെൻട്രൽ പോലീസിനെ പരാതിക്കാരൻ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു. പക്ഷേ യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. പിന്നീട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് കോടതിയെ സമീപിക്കുന്നതെന്നും ഈ സ്വകാര്യ അന്യായത്തിൽ പരാതിക്കാരൻ പറയുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് ഹിന്ദു ദിനപത്രത്തിന്റെ പബ്ലിഷർ അതോടൊപ്പം തന്നെ അഭിമുഖമെടുത്ത റിപ്പോർട്ടർ എന്നിവർക്കെതിരെ കേസ് എടുത്തുകൊണ്ട് അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഈ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ള ആവശ്യം. എന്തായാലും ഈ ഒരു വിവാദങ്ങൾ കത്തിനിൽക്കെ തന്നെയാണ് ഇത്തരമൊരു സ്വകാര്യ അന്യായം മുഖ്യമന്ത്രിക്കെതിരെ എറണാകുളത്ത് ഫയൽ ചെയ്യപ്പെടുന്നത്. എന്തായാലും അടുത്ത ദിവസമായിരിക്കും ഈ ഹർജി ഈ ഒരു പരാതി കോടതി പരിഗണിക്കുക. മലപ്പുറത്ത് നിന്ന് ഏകദേശം കഴിഞ്ഞ 5 വർഷത്തിനിടെ 123 കോടി രൂപയുടെ ഹവാല പണവും അതോടൊപ്പം തന്നെ 150 കിലോഗ്രാം സ്വർണവും സ്റ്റേറ്റ് പോലീസ് പിടിച്ചെടുത്തിരുന്നു. അതൊക്കെ തന്നെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചതെന്നുള്ളൊരു പരാമർശമായിരുന്നു ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പിണറായി വിജയൻ ഉന്നയിച്ചിരുന്നത്. ഇത് മതവിഭാഗങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ജനവിഭാഗങ്ങൾക്കിടയിൽ ഭിന്നിപ്പ് വളർത്തുന്നതിനും ശത്രുതാ മനോഭാവം വളർത്തുന്നതിനും പ്രേരകമായി എന്നുള്ളതാണ് ഈ പരാതിക്കാരൻ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപം. എന്തായാലും BNSS പ്രകാരം കേസെടുത്തുകൊണ്ട് നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ആവശ്യം. ലക്ഷ്മി, ശരി. രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്.